രാവിലെ റൂം ഏൽപ്പിച്ചപ്പം ഫാബു ഇത്രമേൽ പ്രതീക്ഷിച്ചില്ല. സത്യം പറഞ്ഞാൽ ഫാബുവിൻ്റെ നോട്ടം കാണുന്ന ഞെട്ടിപ്പോയെന്ന് വെച്ചാൽ ഞെട്ടിപ്പോയി ഫാബു. നമ്മുടെ ജിൻഡോയെയാണ് റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചത്. അതൊന്ന് വൃത്തിയാക്കണം, ബാക്കി വേസ്റ്റ് സാധനങ്ങളെല്ലാം മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോയെ ഏൽപ്പിച്ചപ്പം ഇത്രയും പ്രതീക്ഷ. ജിൻഡോയും അർജുനും കൂടെ, അർജുനും ഉണ്ട് അവരുടെ ടീമിൽ. പിന്നെ ഫ്രീദു സെക്യൂരിറ്റിയാണ്. ഫ്രീദുവിന് ഈ ക്ലീനിങ്ങിലൊന്നും പങ്കെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ അർജുനും ജിൻഡോയും കൂടെ വലിയ പാടുപെട്ട് നന്നായി അധ്വാനിച്ചെന്ന് പറയാം. അങ്ങനെ അവർ വേണ്ടി ഈ കിടക്കുന്ന റൂമാണ് വൃത്തിയാക്കുന്നത്. വൃത്തിയാക്കി അവർ അടിപൊളിയാക്കിയെന്ന് വെച്ചാൽ അടിപൊളി. നമ്മൾ ലൈവ് കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഇങ്ങനെ കിടക്കുന്ന ഒരു റൂം ഇത്രമേൽ ക്ലീനിങ് ആവുമോ എന്ന് നമ്മൾ സംശയിച്ചു. എപ്പിസോഡിൽ എന്തുമാത്രം കാണിക്കുമെന്നും അറിയില്ല, പക്ഷേ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോകുന്ന രീതിയിൽ ഞെട്ടിപ്പോകും. ഞാൻ എത്ര പറഞ്ഞിട്ടും എനിക്കത് മതിയാവുന്നില്ല. കാരണം അത്രയ്ക്ക് ഭംഗിയായിട്ടുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയേ, എന്താ ഭംഗിയല്ലേ. പിന്നെ ജിൻഡോട് ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തോ എന്ന് ചോദിക്കുന്നുണ്ട് അത്ഭുതത്തോടെ ഫാബു. അന്നേരം ജിൻഡോ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഹോട്ടലിലെ പണിക്ക് നിന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞതിൻ്റെ ഛർദിന് വാരിയിട്ടുണ്ട്, ബാറിലെ പണി ചെയ്യുന്നിട്ടുണ്ട്, എല്ലാ പണിയും ചെയ്തിട്ടുണ്ട്, എനിക്ക് ഈ പണിയൊന്നും ചെയ്യുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല, ഏത് പണിയും ഞാൻ ചെയ്യും എന്ന് പറയുന്ന ജിൻഡോയെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പം ഇന്നലെ കണ്ട ജിൻഡോ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ട ജിൻഡോ അല്ല ഇപ്പോഴത്തെ ജിൻഡോ. ഒരു പുതിയൊരു മാറ്റം. ആ ഒരു ടീമെന്ന നിലയിൽ നല്ല ഒത്തൊരുമയുള്ള ടീമായിട്ട് ജിൻഡോയും അർജുനും ഫ്രീദും ഒക്കെ മാറിയിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് ജിൻഡോയും അർജുനും ഒക്കെ ഒരു സമയത്ത് നല്ല അകൽച്ചയിലായിരുന്നു. പക്ഷെ അതെല്ലാം മാറി അവർ ഒന്നിച്ചു നിൽക്കുന്നു. അവരുടെ മനസ്സിൽ ഒറ്റ വിചാരമേ ഉള്ളൂ, ഈ ടാസ്ക് അവർക്ക് ജയിക്കണമെന്ന് തന്നെ. എനിക്ക് തോന്നുന്നു ഇതെല്ലാം കണ്ടിട്ട് ഇന്നത്തെ ഹാർഡ് വർക്കാണെന്ന് വെച്ചാൽ ഹാർഡ് വർക്കായിരുന്നു. പവർ ടീമൊക്കെ വല്ലാതെ കഴിച്ചുകൊണ്ടൊക്കെ അവിടെ ഇരുന്നപ്പം ഇവരും വല്ലാത്ത വർക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിലെ ഇത്രയും നാൾ ചെയ്ത ജോലിയെല്ലാം കൂടെ ഒറ്റ ദിവസം കൊണ്ട് ചെയ്തായിരുന്നു ഇവരുന്ന്. ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ ജിൻഡോയെ വെല്ലാൻ വേറെ ആരുമില്ല എന്ന് തന്നെ ബിഗ് ബോസിലെ മറ്റു മത്സരാർത്ഥികളെല്ലാം സമ്മതിച്ചിട്ടുണ്ട്. ലാലേട്ടനും അത് പറഞ്ഞിട്ടുള്ള. എന്തിനു പറയുന്ന ജിൻഡോയുടെ ഏറ്റവും വലിയ ശത്രുവായ ഗബ്രി പോലും പറഞ്ഞത് ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ ജിൻഡോയെ വെല്ലാൻ വേറെ ആരുമില്ല എന്നാണ് പറഞ്ഞത്. ഏതായാലും ഒരു 1.5 പണിയാണ് ഇന്ന് ജിൻഡോയും അർജുനും കൂടെ ചെയ്തത്. അതിന് അവർക്ക് കാശും കൊടുക്കുന്നുണ്ട് ഫാബു. ഒരു ഞെട്ടിപ്പോയെന്ന് വെച്ചാൽ ഫാബു ഞെട്ടിപ്പോയി എന്ന് തന്നെ പറയേണ്ടി വരും.